ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഞാൻ എയിംസ് മംഗലഗിരി ആന്ധ്രാപ്രദേശിൽ ആണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് സാറിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നതാണ്. അതുപോലെ ഇത്രയും ആളുകളെ കാണാൻ സാധിച്ചതും വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ ജേണി എന്ന് പറയുന്നത് ഒരു ലോങ് ജേണി തന്നെയായിരുന്നു ഇവിടെ എത്തുന്നത് വരെ. ഇപ്പോൾ ഞാൻ ഹൗസ് സർജൻസി, ഇനി എൻ്റെ MBBS തീരാൻ വേണ്ടിയിട്ട് ആകെ 3 മാസം കൂടിയേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ വരുന്നത്, ആദ്യമായിട്ട് വരുന്നത് 2017 2017 ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ഒരു റിപ്പീറ്ററായിട്ട്. അപ്പോൾ സാധാരണ പോലെ തന്നെ എന്താ പറയുക, +2 നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്കൂളിലൊക്കെ പഠിച്ച് അതിൻ്റെ ശേഷം എൻട്രൻസിൻ്റെ കോച്ചിങ്ങിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സാധാരണ ആളുകളുടെ പോലെ എന്താ പറയുക, ബേസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഫിസിക്സ് ഭയങ്കര ഫിയർഫുൾ സബ്ജക്റ്റായിരുന്നു. എൻ്റെ വീക്ക് സബ്ജക്റ്റും ഫിസിക്സ് ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും ഫിസിക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ളവർക്ക് റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. 3ാമത് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ആളുണ്ടാവും, 4ാമത് തവണ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു എന്നുള്ളതിലൊന്നുമല്ല കാര്യം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നത് അത് നമ്മൾ നേടിയെടുത്തോ അവസാനം എന്നുള്ളത് മാത്രം ആലോചിച്ചാലും മതി. പിന്നെ ഏജ്, വയസ്സ് അത് വെറും നമ്പറാണ് എന്നുള്ളതും പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും, അയ്യോ 1 വർഷം പോയി, 2 വർഷം പോയി. ഒരു പ്രശ്നമില്ല. നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടർ ആവാം, എൻജിനീയർ ആണോ, എന്താണോ നമ്മുടെ ആഗ്രഹം അത് വെച്ചുകൊണ്ട് പഠിക്കാം. അങ്ങനെ ഞാൻ ആ വർഷം ഇവിടെ വന്നു. നിങ്ങളെല്ലാവരും പോലെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടു. ആ വർഷം എനിക്ക് എൻട്രൻസ് നന്നായിട്ട് എഴുതി. പക്ഷേ എത്രയോ 10 മാർക്കോ 12 മാർക്കോ എന്നുള്ള രീതിയിൽ എനിക്ക് MBBSന് സീറ്റൊന്നും കിട്ടിയില്ല. ആ വർഷം നമ്മുടെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് തിരുവനന്തപുരത്ത് അഡ്മിഷനൊക്കെ കിട്ടി. അപ്പം ഞാനും എന്താ പറയുക, എന്നാൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ അതിൻ്റെ DD ഒക്കെ അടച്ച് എല്ലാം റെഡിയാക്കിയിട്ട് പിറ്റേ ദിവസം ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. നിങ്ങൾ കേട്ട് കാണും, ഞാൻ AF സാറിനെ വിളിച്ചത്. ആ സമയത്ത് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പോവാണ്, അവിടെ ജോയിൻ ചെയ്യാൻ പോവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പം എന്നോട് ചോദിച്ച്, എടാ എനക്ക് MBBS വേണമെന്നല്ലേ എന്ന് ഈ പറഞ്ഞത്, പിന്നെന്താ ഈ BDSന് പോണതെന്ന് ചോദിച്ചു. അപ്പം അന്ന് രാത്രി ഞാൻ വീണ്ടും ഒരു ഡിസിഷൻ എടുത്ത്, വേണ്ട എന്നാൽ BDS ഒഴിവാക്കാം, എൻ്റെ ആഗ്രഹം അത് തന്നെയല്ലേ. അങ്ങനെ ഞാൻ പിറ്റേന്ന് എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോന്നു. വീണ്ടും ഞാൻ റിപ്പീറ്റിന് ജോയിൻ ചെയ്തു. സാർ അതിന് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ടും ചെയ്തു. വാടാ നമുക്കിവിടെ പഠിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വർഷം പഠിച്ചു. ആ വർഷം എന്തോ എനിക്ക് അത്രയും കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് പിന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴും എനിക്ക് പിന്നെ ഓപ്ഷനൊന്നുമില്ലല്ലോ. എന്നാൽ ഓക്കെ, ഒരു തവണയും കൂടെ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, വീണ്ടും ഒരു വട്ടം ഞാനിവിടെ ശ്രമിച്ചു. ആ ശ്രമത്തിൽ നീറ്റ് എഴുതി എനിക്ക് സ്കോർ 581 മാർക്കാണ്. പക്ഷെ ആ വർഷം 583 വരെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് കിട്ടി എല്ലാവർക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു. ആ വർഷം എനിക്ക് അഡ്മിഷൻ വന്നത് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവസാന നിമിഷം ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, അവിടെ പഠിക്കണം. എനിക്കാണെങ്കിൽ പൈസ കൊടുത്ത് പഠിക്കാൻ താല്പര്യമില്ല, വേണ്ട എന്നുള്ള രീതിയിലാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ അന്ന് എന്തോ എയിംസിൻ്റെ എക്സാം ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഓൾ ഇന്ത്യ 2500 ആയിരുന്നു റാങ്കൊക്കെ വന്നത്. അപ്പോൾ കിട്ടുമോ കിട്ടില്ല എന്നൊന്നും അറിയില്ല. നമ്മളൊരു എന്താ പറയുക 50-50 ചാൻസ് പോലെയൊക്കെയാണ് ഞാൻ അങ്ങനെ നിന്ന്. അപ്പോൾ ഞാൻ പിന്നൊരു തീരുമാനം എന്നുള്ള പോലെ MESൽ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് TC ഒക്കെ മേടിച്ചു പോന്നു. ആരോടും പറഞ്ഞില്ല. ഈ എയിംസിൻ്റെ അലോട്ട്മെൻറ്റിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എയിംസിൻ്റെത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എയിംസിൻ്റെത്, തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞു. എനിക്ക് കിട്ടിയില്ല. അവസാനം ലാസ്റ്റ് ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എയിംസിന്. അങ്ങനെ ഞാൻ എയിംസ് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ആ സ്പോട്ട് അഡ്മിഷന്. അങ്ങനെ ഞാൻ അതിന് പോയി.
കിട്ടുമോ കിട്ടൂലേ എന്നൊന്നും അറിയില്ല. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ 10,000 ആളുകൾ ഉണ്ട്. അപ്പം നമുക്കറിയില്ലല്ലോ നമ്മുടെ മുൻപിൽ റാങ്ക് ഉള്ളവരാണോ അവിടെ, അത് നമ്മുടെ ബാക്കിൽ റാങ്ക് ഉള്ളവരാണോ, ഒന്നും അറിയില്ല. അവിടെ നമ്മൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ ആദ്യത്തെ 2,000 ആളുകളെ വിളിച്ചു. അപ്പോൾ അതിൽ കുറേ പേര് പോയി. അവരൊക്കെ ഏതൊക്കെയോ എയിംസുകളിൽ അഡ്മിഷൻ എടുത്തിട്ട് വേറെ എയിംസുകളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്ന കുട്ടികളാണ്. അപ്പോൾ ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ അടുത്ത സെഷൻ വിളിച്ചു. 2,500 വരെയുള്ളവരെയും വിളിച്ചു. അപ്പോഴേക്കും ഏകദേശം സീറ്റുകളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ പുതിയ കുറച്ച് എയിംസുകൾ മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു 35 സീറ്റ് ബാക്കിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ലൈനിൽ വിളിച്ചിങ്ങനെ റാങ്കിൻ്റെ ഓർഡറിൽ ഇങ്ങനെ നിർത്തി. അപ്പം ഞാൻ അതിൽ 30ാമത്തെ ആളായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലൊരാശ്വാസമായി, എന്തായാലും ഒരു സീറ്റ് കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഞാനും അങ്ങനെ നിന്ന് അവസാനം സ്റ്റേജിലോട്ട് കയറി. അപ്പോൾ ഈ പറയുന്ന എയിംസ് ആന്ധ്രയിലുണ്ട്, അതേപോലെ ഹൈദരാബാദ് എയിംസിലുണ്ട്, പിന്നെ 1, 2, 3, 4 എയിംസിലൊക്കെ സീറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ സ്റ്റേജ് മേൽ കയറുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, ഏത് എയിംസാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്, വിച്ച് എയിംസ് യു വാണ്ട് എന്ന് ചോദിച്ചതിനോട്. അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ നോക്കി. നമ്മളെ സൗത്ത് ഇന്ത്യയിലുള്ള പുതിയ എയിംസുകളിൽ ഒന്നാണ് ആന്ധ്ര എയിംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സീറ്റ് മതി. അപ്പോൾ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്ത് അവിടുന്ന് തന്നെ സീറ്റ് അലോട്ട് ചെയ്ത് വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ അവിടെ നമുക്ക് ഫീസ് അടക്കണം. അപ്പോൾ എയിംസിലെ ഫീസ് എന്ന് പറയുന്നത് 5,655 രൂപ. അതുവരെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം അടച്ച ഫീസ് അതാണ്. അപ്പോൾ ആ ഫീസും അടച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് അങ്ങനെ സീറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നിന്ന് അത് കഴിഞ്ഞ് സാറെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ ഉപ്പ ഉമ്മ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, 3 വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത് പൊക്കോ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും, വീണ്ടും പൊക്കോ. ഇതന്നെയായിരുന്നു പരിപാടി ഒരു 3-4 കൊല്ലം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് ഫീസ് അടക്കാൻ വീണ്ടും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സെപ്റ്റംബർ 4-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. ചെന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇനി എത്ര ഫീസ് അടക്കണ്ട. അന്നാണ് ഞാൻ എയിംസിൽ പഠിക്കേണ്ട ഒരു കാര്യം മനസ്സിലായി. എന്നെപ്പോലത്തെ സാധാരണക്കാരനായ ആളുകൾക്ക് ഏറ്റവും പഠിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ് എയിംസ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ആകെ 5 വർഷത്തിന് 5,000 രൂപയാണ് അവിടെയുള്ള ഫീസ്. അപ്പോൾ 4 വർഷം പോയാൽ എന്താ, കുഴപ്പമില്ലാന്ന് അവിടെ തീരുമാനിച്ച്. അപ്പം അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഹൈറ് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ടാവും. പക്ഷെ നമ്മുടെ പരിശ്രമം നമ്മൾ നിർത്തരുത്. ഒരു വട്ടം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണോ, നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമ്മളത് നേടിയെടുത്തിട്ട് ഇങ്ങോട്ട് മടങ്ങി വരാവും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ടൈമാണ്. നമുക്ക് പ്രഷറുകൾ ഉണ്ടാവും. എല്ലാവരും നാട്ടിൽ പോയാൽ ഓൻ്റെ റിപ്പീറ്റ് ഇനിയും തീർന്നില്ല, അവന് തന്നെയാണോ പരിപാടി, പറയുന്നവർ പറഞ്ഞോട്ടെ, ഒരു പ്രശ്നമല്ല. ഈ പറഞ്ഞ ആളുകൾ കിട്ടുമ്പം വേറെ ഒന്നായിരിക്കും, കിട്ടുന്നതിന് മുന്നേ വേറെ ഒന്നായിരിക്കും. കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ നമ്മളോട് ചോദിക്കൂല എവിടെയാ പഠിക്കണത്, കിട്ടിയോ എന്താ, ഒന്നുമില്ല. ഓൽക്കത് കിട്ടൂല എന്ന് അറിഞ്ഞാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദിക്കൂല. അപ്പം ആ ചോദ്യം ഓരോ വായൊക്കെ അടപ്പിക്കുക ഏറ്റവും നല്ല എന്താ അറിയോ, നമ്മളത് ക്രാക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ എന്താഗ്രഹത്തോടെയാണോ നിങ്ങളിവിടെ വന്നിട്ടുള്ളത്, ആ ആഗ്രഹം നിറവേറ്റിയിട്ട് ഇവിടുന്ന് പോകാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരുപാട് എയിംസുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ പുറത്ത് പോയി ചില ആളുകൾക്കൊക്കെ പഠിക്കാം, എന്നെ കൊണ്ട് പുറത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാവോ, അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. എവിടെയായാലും പോകുക, പഠിക്കാം. നമ്മുടെ കേരളത്തിൽ മാത്രമേ പഠിക്കൂ, അങ്ങനെയൊന്നും വാശിയൊന്നും പിടിക്കണ്ട. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി, അതിലെല്ലാവരും നന്നായിട്ട് നോക്കുക ബയോളജിയാണ്, പിന്നെ കെമിസ്ട്രി, പിന്നെയാണ് ഫിസിക്സിലോട്ട് പോവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫിസിക്സും ബയോളജിയും കെമിസ്ട്രി 3 ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാം ഒരുപോലെ കണ്ടിട്ട് പഠിക്കാം. പറ്റുമെങ്കിൽ ഫിസിക്സിന് കുറച്ച് കൂടുതൽ സമയം കൊടുത്തിട്ട് പഠിക്കുക. ഫിസിക്സാണ് നിങ്ങളെ റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം. അപ്പം എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും 360, ചിലപ്പോൾ 350, 360, 360 ബയോളജിക്ക് കിട്ടും. കെമിസ്ട്രിക്കും അതുപോലെ തന്നെ മാർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടായിരിക്കും. പക്ഷേ ഫിസിക്സിൻ്റെ മാർക്കാണ് അവർ നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ആ ഫിസിക്സിലെ മാർക്ക് നിങ്ങൾ എത്രത്തോളം നേടിയെടുക്കുന്നു അത്രത്തോളം നിങ്ങളെ റാങ്ക് മുന്നോട്ട് വരും. എൻ്റെ അതേ റാങ്കുള്ള ആൾക്ക്, ഞാനും എൻ്റെ കൂടെ അന്ന് പഠിച്ച ആൾക്കും ഒരേ മാർക്കാണ്, 581 52. പക്ഷെ അവന് ഫിസിക്സിന് എൻ്റെയും കാട്ടിലും 10 മാർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ അവന് റാങ്ക് 1500 എൻ്റെയും കാട്ടിലും കൂടുതലായിരുന്നു.
അവന് ഗവൺമെൻറ് സീറ്റിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഓരോ പോയിൻറ്റും അതേപോലെ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണെന്നുള്ള രീതിയിൽ പഠിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു 3-4 വർഷമായിട്ട് കണ്ടുവരുന്നത് 25 ലക്ഷം ആളുകളൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്. കോമ്പറ്റീഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഇനിയുള്ള 3 മാസം അങ്ങോട്ട് പഠിച്ചു തുടങ്ങിയാൽ തന്നെ മതി. ആ പഠിക്കുന്നത് കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ വേണം. ഏതൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ക്ലാസ്സുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ കേൾക്കാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എല്ലാം ക്ലിയർ ചെയ്ത് മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങളെല്ലാം എന്താ പറയുക, റിപ്പീറ്റ് മീൻസ് എത്ര തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഏപ്രിൽ മാസം നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിലും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ ക്വസ്റ്റ്യൻ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആളുകളെ കണ്ടപ്പോൾ എനിക്ക് പറയാം, ഇതുപോലെ നമ്മുടെ എയിംസുകളിലൊക്കെ നിങ്ങളെല്ലാവരും എത്തിപ്പെടണം. അതുപോലെ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും എന്നും കൂടെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം നിങ്ങൾക്ക് നല്ല കോച്ചിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാനിവിടെ ഈ നിലയിലെത്താൻ കാരണം ഒന്നാമത് എൻ്റെ മാതാപിതാക്കൾ, രണ്ടാമത് AF സാറ്, പിന്നെ എനിക്കെല്ലാ സപ്പോർട്ടും എൻ്റെ വൈഫ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള മാഷ്മാർ ഓരോരുത്തരും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ വരെ എത്തി നിൽക്കുന്നത്. അതിനെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത വർഷം മീൻസ് ഈ 2025 നീറ്റ് എക്സാം നല്ലതുപോലെ എഴുതി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തട്ടെ. പ്രത്യേകിച്ച് എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്തിപ്പെടണം. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുത്തിട്ട് ഇവിടുന്ന് ഈ പടി ഇറങ്ങുള്ളൂ എന്ന് കരുതുക. എന്നിട്ട് അടുത്ത വർഷത്തെ യൂണിഫെസ്റ്റിന് ഞാനിവിടെ നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക.